തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെ പറ്റിയാണ് ഇന്ന് നോക്കുന്നത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമാകുന്നത് 1938 ഫെബ്രുവരി 23-നാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തിയാണ് പട്ടം താണുപിള്ള. രൂപീകൃതമാകുന്നത് 1938 ഫെബ്രുവരി 23-നും രൂപീകരിക്കാൻ നേതൃത്വം നൽകുന്നത് പട്ടം താണുപിള്ളയുമാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ രൂപീകരണ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് CV കുഞ്ഞുരാമനായിരുന്നു. ആദ്യ സമ്മേളനം 1938 ഫെബ്രുവരി 25-നാണ് നടക്കുന്നത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റാണ് പട്ടം താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ സെക്രട്ടറിമാരാണ് PS നടരാജപിള്ള, KT തോമസ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ ട്രഷററാണ് MR മാധവ വാര്യർ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം ന്യൂനപക്ഷാവകാശ സംരക്ഷണത്തോടു കൂടിയുള്ള ഉത്തരവാദ ഭരണം കൊണ്ടുവരിക എന്നതായിരുന്നു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ വാർഷിക സമ്മേളന വേദി വട്ടിയൂർക്കാവാണ്. 1938 ഡിസംബർ 22-23 തീയതികളിലാണ് വാർഷിക സമ്മേളനം നടക്കുന്നത്. കല്ലറ പാങ്ങോട് സമരമാണ് അടുത്തത്. സർ CP രാമസ്വാമി അയ്യരുടെ ഭരണത്തിനും ജന്മിമാരുടെ അന്യായമായ ചന്തപ്പിരിവിനും എതിരെ നടന്ന സമരമാണ് കല്ലറ പാങ്ങോട് സമരം. 1938-ലാണ് ഈ സമരം നടക്കുന്നത്. കല്ലറ പാങ്ങോട് സമരവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ടവരാണ് കൊച്ചാപ്പിപ്പിള്ള, പട്ടാളം കൃഷ്ണൻ എന്നിവർ. അടുത്തത് മൊറാഴ സമരമാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ സാധനങ്ങളുടെ അമിത വിലയ്ക്കും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മർദ്ദനമുറകൾക്കുമെതിരെ കണ്ണൂർ ജില്ലയിലെ മൊറാഴയിൽ നടന്ന സമരമാണ് മൊറാഴ സമരം. 1940 സെപ്റ്റംബർ 15-നാണ് മൊറാഴ സമരം നടക്കുന്നത്. മൊറാഴ സമരത്തെ തുടർന്ന് കൊല്ലപ്പെട്ട പോലീസ് ഇൻസ്പെക്ടറാണ് K കുട്ടിക്കൃഷ്ണ മേനോൻ. മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരിയാണ് KPR ഗോപാലൻ. എന്നാൽ ഇദ്ദേഹത്തെ ഗാന്ധിജിയുടെ അഭ്യർത്ഥന പ്രകാരം വധശിക്ഷയിൽ നിന്നും ജീവപര്യന്തമാക്കി മാറ്റുന്നുണ്ട്.